ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ മഴത്തോരു മുമ്പ് എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ബബിതയാണെങ്കിൽ അലീനയ്ക്ക് വയ്യാതെ കാരണം വീട്ടിൽ ജോലി ഫുള്ളും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ വന്നിട്ട് ഇതെന്താ ഞാൻ ഈ കാണുന്നേ, പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നോ എന്നുള്ള മറ്റും അവളോട് ചോദിച്ചു. അപ്പോഴത്തേക്കും അവളാണെങ്കിൽ നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ നമുക്ക് രണ്ടുപേർക്കും കൂടെ, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലെ ജോലി ഫുള്ളും തീർത്താൽ തീരത്തില്ല, നീ പോയി ഡൈനിങ് റൂമിൻ്റെ അവിടുത്തെ എല്ലാം വൃത്തിയാക്കി, ഞാൻ ഇവിടുത്തെ എല്ലാം വൃത്തിയാക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജോലി ഫുള്ളും തീരും. ഇനി നിൻ്റെ തുണി നീ തന്നെ അങ്ങ് കഴുകിയേച്ചാൽ മതി, എൻ്റെ ഞാനും കഴുകിയേക്കാം. അങ്ങനെയാണെങ്കിൽ പണിയെല്ലാം തീരും, എന്നെക്കൊണ്ട് എല്ലാം കൂടെ ഒറ്റയ്ക്കൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ അവളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നോക്കി എന്നിട്ട് ബബിത അങ്ങനെ അലീനേനെയും തിരക്കി ശരണ്യെ വിളിച്ചു. ചേച്ചീനെ കാണുന്നില്ലല്ലോ, ചേച്ചിക്ക് എന്ത് പറ്റിയെന്നൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് വയ്യടി, കോൾഡാടി, തീരെ വയ്യാതെ കിടക്കുക, എങ്കിൽ ഞാൻ ചേച്ചീനെ കാണാനെന്ന വീട്ടിലോട്ട് വരട്ടെ, ചേച്ചി എനിക്ക് ലൊക്കേഷൻ ഇട്ടെന്നാൽ മതി. അയ്യോ വേണ്ട, നിൻ്റെ അച്ഛനും അമ്മയും വിടുവാണെങ്കിൽ മാത്രം നീ വന്നാൽ മതി, രോഹിത്തുള്ള വീട്ടിലോട്ട് നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബബിത ക്ലീനിങ്ങിനായിട്ട് മുകളിലോട്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ ബബിതയുടെ ക്ലീനിങ്ങിൻ്റെ ശബ്ദം കേട്ട് രോഹിത്താണെങ്കിൽ ഇറങ്ങി വന്നിട്ട് എന്ത് ശബ്ദത്തിലടി തുടയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൾ ഓരോരോ ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ചെന്ന് ബാലചന്ദ്രനെ വിളിച്ചു. ബാലചന്ദ്രൻ റൂം ക്ലീൻ ചെയ്യിക്കണം അച്ഛൻ, ഇങ്ങനെ എന്താ അച്ഛൻ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവർ നോക്കിക്കൊണ്ടിരിക്കുക. അവൾ മാത്രമല്ല അച്ഛൻ, ഞാനും കൂടെ സഹായിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കൃഷ്ണമോളും അവിടെ നിന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ മക്കൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുന്നതെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ ബബിതയാണെങ്കിൽ വൈജയന്തിക്ക് ഫുഡും കൊണ്ടുവരുന്നു. അമ്മ ഇത് ഞാൻ എവിടെ വെക്കണം, നീ അവിടെ സ്ഥലമുള്ളിടത്ത് വല്ലതും വെച്ചിട്ട് പോകാൻ നോക്ക്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വൈജയന്തി ജോലി ചെയ്യുന്ന അവിടെ മാത്രം ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടങ്ങ് പോയി. നിൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞ സ്ഥലമുള്ളിടത്ത് വെക്കാം, വേറെ ഇവിടെ സ്ഥലമൊന്നും ഇല്ല അത്രയ്ക്കും, എങ്കിൽ ഞാൻ അമ്മയുടെ തലയിലെടുത്ത് വെക്കാം. അമ്മയ്ക്ക് എന്താ സ്ഥലമുള്ളിടത്ത് വന്ന് കഴിച്ചാൽ, അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നല്ല സ്ഥലമുള്ളതല്ലേ, പിന്നെ അമ്മ മാത്രം എന്തെങ്കിലും വരാതെ ഇരിക്കുന്ന, അമ്മ ഈ വാശിയൊന്ന് കുറച്ച് കുറയ്ക്കണം. അങ്ങനെ ബബിതയാണെങ്കിൽ വൈജയന്തിയോട് പറയുന്നത്, അമ്മ ഇനി തൊട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്ന് ഫുഡ് കഴിച്ചാൽ മതി, റൂമിലോട്ട് എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം ഇവിടം വരെ. അങ്ങനെ വൈജയന്തി പറഞ്ഞു, നീ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ പറയാറായല്ലേ, അല്ലെങ്കിൽ നിനക്കൊക്കെ ഇപ്പോൾ അവളെ മാത്രം മതിയല്ലോ, ആ അലീനേനെ മാത്രം, എന്താണെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊന്നും വയ്യ നിൻ്റെയൊക്കെ കാൽ കീഴ് വന്ന് കിടക്കാൻ, ഞാൻ നിന്നെയൊക്കെ ഓർത്തിട്ട് അടിയുടെ വന്ന്. അങ്ങനെ പിന്നെ ബബിത അതെല്ലാം കേട്ടിട്ടും ബബിത അങ്ങ് ഇറങ്ങിപ്പോയി. ബബിത ഫുഡും എടുത്തുകൊണ്ട് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലീനയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയി. അങ്ങനെ എണീക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അലീന, എനിക്ക് എണീക്കാൻ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കണം. ഇന്ന് എന്തോ കഴിക്കാനുള്ളത്, കഞ്ഞിയാണോ? എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല, എനിക്ക് പൊറോട്ടയാണ് കഴിക്കുന്നത്. കൊഞ്ചല്ലേ, മര്യാദയ്ക്ക് അങ്ങോട്ട് കഴിച്ചേച്ചാൽ മതി. ചേച്ചി ഇത് കണ്ടില്ലേ, ഇപ്പോൾ പുന്നാരിക്കുക, വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കഴിക്കും, ഞാൻ വേണേൽ വാരിത്തരാം എന്ന് പറഞ്ഞ് ബബിത അലീനയ്ക്കാണെങ്കിൽ കഞ്ഞി വാരി കൊടുക്കുന്നത്. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനെ കാണിച്ചു കൊടുക്കാനായിട്ട് ബാലചന്ദ്രനെ വിളിക്കാനായിട്ട് പോയി. അപ്പം അലീന പറയുന്നത്, എനിക്കെന്നാൽ അസുഖം കുറയുമ്പോൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് തരുക, പിന്നെ പൊറോട്ട ഒന്നും ഇല്ല, അത് അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ വാങ്ങിച്ചു തരും. വേണ്ട, എനിക്ക് നീ വാങ്ങിച്ചു തന്നാൽ മതി, നീ ഒന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ടുണ്ട്. ബാലചന്ദ്രൻ ഇവരുടെ സ്നേഹം നോക്കിക്കൊണ്ട് നിന്നിട്ട് എന്താ ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു.